ഈ ആദ്യത്തെ 2 ആഴ്ച വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ദോഷമുണ്ടാവുന്ന, നിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, സമൂഹത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി അധ്യാപകരും പുറത്തുള്ള വിദ്യാഭ്യാസ വകുപ്പായിട്ടുള്ള ചേർന്നുള്ള ആൾക്കാരും കൂടെ ചേർന്ന് ഒരുക്കിയ ഒരു പദ്ധതിയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 വർഷക്കാലമായി സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, അതിനകത്ത് പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്, വിദ്യാഭ്യാസ വകുപ്പുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, സാമൂഹ്യക്ഷേമ വകുപ്പുണ്ട്, ഇങ്ങനെ ഒരു കൂട്ടം വകുപ്പുകൾ ചേർന്ന് ഒരു വലിയ യജ്ഞം ഏറ്റെടുത്തിരിക്കുകയാണ്, വലിയ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. ആ വെല്ലുവിളി എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ നാടൊന്നാകെ അടച്ചു മൂടിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഏത് കാലഘട്ടമായിരുന്നു അത്? കോവിഡ് കാലഘട്ടം, അല്ലേ? കോവിഡ് കാലഘട്ടത്തിന് ഒരുപക്ഷെ അതിന് മുമ്പൊക്കെ പഠിച്ച കുട്ടികൾക്കൊന്നും ഒരിക്കലും മനസ്സിലാകാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടമാണ് കോവിഡിന് ശേഷവും. നമ്മളൊക്കെ പണ്ട് ADBC എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ സമൂഹം ഇപ്പോൾ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്ന് പറയുന്ന 2 കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം കോവിഡിന് മുമ്പ് പഠിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ കാഴ്ചകളൊന്നുമല്ല കോവിഡിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോവിഡ് സമയത്ത് നമ്മുടെ കയ്യിലെല്ലാം ഒരു പ്രത്യേക സാധനം കൂടുതലായി ഉപയോഗിക്കേണ്ടി വന്നു. ഏതായിരുന്നു? മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ. അതിനകത്ത് കൂടുതൽ ആക്റ്റീവായത് നമ്മൾ ഈ കോവിഡ് കാലത്താണ്. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ആയാലും ഓൺലൈൻ കോച്ചിങ്ങിലൂടെ ആയാലും നമ്മൾ കൂടുതൽ കോവിഡ് കാലത്താണ് മൊബൈൽ ഫോണുമായി കൂടുതൽ ചങ്ങാത്തം ആരംഭിച്ചത്. ആ ചങ്ങാത്തമാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറേ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ 1-2 ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. സമയം വളരെ കുറവാണ്. ഞാൻ 2:45 ആയപ്പോഴത്തേന് എത്തി. 3:30-ക്കുള്ളിൽ അവസാനിപ്പിക്കണം. ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ പറയാനുണ്ട്. കൊച്ചു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തീർക്കാം. അതിനകത്ത് ഈ ലഹരിയെക്കുറിച്ചും ലഹരി വസ്തുക്കളെക്കുറിച്ചും ഒക്കെ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട്, നിങ്ങൾ പത്രങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ കഴിഞ്ഞൊരു 6 മാസം അല്ലെങ്കിൽ 2 മാസ കാലയളവിനുള്ളിൽ സഫാൻ എന്നൊരു പേര് നിങ്ങളുടെ എല്ലാം മനസ്സിൽ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. എവിടെയാണ് അത് കേട്ടത്? ആർക്കെങ്കിലും സഫാൻ എന്നൊരു പേര് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ? ഇല്ല, പറഞ്ഞില്ല. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല അറിയാവോ? നിങ്ങൾ കേട്ട് കാണും. കൂട്ടക്കൊലയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് പേടിക്കേണ്ട സമയമാണ്. കുഞ്ഞുമക്കളാണ്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മുടെ സമൂഹം ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലായതിനാൽ നിങ്ങളും അതിനകത്ത് ശ്രദ്ധ വെക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പേര് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂട്ട് പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് വിദ്യാഭ്യാസം നേടി 10, 20, 22 വയസ്സുള്ള ഒരു മകൻ ചെയ്തത്, അവൻ്റെ ഉമ്മായെ കൊല്ലാൻ നോക്കി, അവൻ്റെ അനിയനെ കൊന്നു, അവൻ്റെ വല്ലുമ്മായെ കൊന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ 2 ബന്ധുക്കളെയും കൊലപാതകം നടത്തി. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും പ്രശ്നങ്ങളും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്നത് കോവിഡ് കാലത്തിന് മുമ്പ് ഇത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം മനുഷ്യനെ എല്ലാം ഒരു വല്ലാത്ത ഭീതി വന്ന് മൂടിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ അഫാന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഇടയ്ക്കുണ്ട് അഫാന്മാർ, നമ്മളുടെ കുടുംബത്തിലുമുണ്ട് അഫാന്മാർ. അവരെ തിരിച്ചറിയാനുള്ളൊരു സമയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലൂടെ തന്നിരിക്കുന്നത്. അതിനാണ് ഈ 14 ദിവസം നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്കായിട്ട് തന്നിരിക്കുന്നത്. നമ്മുടെ ഇടയ്ക്കുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളാവാം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പരസ്പരം നോക്കി, അന്നേരം ഒരാളല്ലെങ്കിൽ മറ്റേ ആൾ, എന്തായാലും പരസ്പരം നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാളാവാം. ആ ആളെ നമ്മൾ തിരിച്ചറിയാനുള്ള സമയമാണ് ഈ 14 ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ കാലഘട്ടത്തിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ ഒരു അഫാനും ഇനി ഒരിക്കലും നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങളോടുള്ള ഈ ചെറിയ സംഭാഷണം ആരംഭിക്കുന്നത്. ലഹരി എന്ന് പറയുന്നൊരു കാര്യമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായി പറഞ്ഞത്. ലഹരി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ലഹരി എന്ന് പറയുന്നത് വലിയ 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 വാചകങ്ങളോടൊന്നും പോകണ്ട. കാരണം വലിയ വലിയ ആൾക്കാർ പറയും ജീവിതമാണ് ലഹരി, കുടുംബമാണ് ലഹരി, സംഗീതമാണ് ലഹരി, നൃത്തമാണ് ലഹരി എന്നൊക്കെ പറയുന്ന വലിയ വലിയ ആൾക്കാർ. അത്രയും വലിയ ചിന്തകളിലോട്ട് നമുക്ക് പോവാം. അതിനു മുമ്പ് ചെറിയ 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 കാര്യങ്ങൾ. നിങ്ങൾ കുഞ്ഞുമോൻ എന്തോ ബുദ്ധിമുട്ട് പറ്റിയതാ, പോട്ടെ. അങ്ങനെ ആ വലിയ വലിയ ചിന്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മനസ്സിൽ, കുഞ്ഞു മക്കളുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ലഹരി എന്താണ് എന്നുള്ളത് എനിക്ക് കേട്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ തലത്തിലോട്ട് വന്ന് സംസാരിക്കാൻ പറ്റും. എന്താണ് നിങ്ങൾ ലഹരി എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? കേട്ടില്ല? സിഗരറ്റ്. നമ്മുടെ മനസ്സിലെല്ലാം ആദ്യം വരുന്ന ലഹരി എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന വാക്ക് സിഗരറ്റാണ്. പിന്നീടോ മദ്യം. ശരി, പിന്നീടോ
ഇപ്പം നിങ്ങൾ എന്നെക്കാളും ക്ലാസ് എടുക്കാൻ എടുക്കരാ. അവർ MDMA വരെ എത്തിക്കഴിഞ്ഞു. ഞാനിഞ്ഞ് താഴെ സിഗരറ്റ് തുടങ്ങേണ്ടേ ഉള്ളൂ, അവർ MDMA ആയി. ശരി, ഞാൻ അന്നേരം പൊതുവെ പറഞ്ഞു വരാം. നമ്മളുടെ തലച്ചോറിനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ എല്ലാം വശീകരിക്കാൻ പരുവത്തിന് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത്. കൂടുതൽ അതിൻ്റെ സമവാക്യമോ രാസവാക്യമോ നിങ്ങൾ പഠിച്ചു വെക്കണ്ട. ഞാൻ പറഞ്ഞത് നമ്മുടെ തലച്ചോറിനെ നെഗറ്റീവായിട്ട് ഉദ്ദീപിപ്പിക്കും. എന്താണോ ചെയ്യരുതാത്തത് ആ കാര്യം ചെയ്യണമെന്ന് നമ്മുടെ തലച്ചോറിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശരീരത്തിലോട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത്. ചെറിയ ഉദാഹരണത്തിലൂടെ തുടങ്ങാം. പെയിന്റിന്റെ മണം ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? ഞാനും ഉണ്ട്, ഞാനും കൈവക്കും. നെയിൽ പോളിഷിന്റെ മണം ഇഷ്ടമുള്ളവർ മാത്രം കൈവക്കുക. നെയിൽ പോളിഷിന്റെ മണം. നെയിൽ റിമൂവറിന്റെ മണം ഇഷ്ടമുള്ളവർ കൈവക്കെ. ശരി, ഇതൊന്നും പോട്ടെ. നമ്മുടെ വീട്ടിൽ പൈപ്പ് ഒട്ടിക്കും ഇല്ലേ? 2 പൈപ്പ് പൊട്ടുന്ന സമയത്ത് ഒരു പ്ലംബർ വന്ന് അറുത്ത് ഒരു പശ വെച്ച് ഒട്ടിച്ച് കയറ്റുക. ആ പശയുടെ മണം ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? ഞാനും ഉണ്ട്, അതുകൊണ്ടാണ് ഞാനും കൈവക്കെ. ഇതിനെ എല്ലാം കൈതാക്കാം. ഇതിനെ ഒരു ദിവസം ആ മണം ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അതിനെ ഇഷ്ടമെന്ന് പറയും. 2ാമത്തെ ദിവസം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടമെന്ന് പറയും. 3ാമത്തെ ദിവസം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടമെന്ന് പറയും. പക്ഷേ ഇഷ്ടം തുടർച്ചയായ ആഴ്ചകളും മാസങ്ങളും കൃത്യസമയത്ത് നമ്മൾക്ക് ഇതിൻ്റെ മണം ശ്വസിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആസക്തി എന്ന് പറയും, അഡിക്ഷൻ എന്ന് പറയും. മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും ചെറിയ ലഹരിയുടെ ഉപഭോക്താക്കളാണ്, ഞാൻ ഉൾപ്പെടെ. എനിക്കും നെയിൽ പോളിഷിൻ്റെ മണം ഇഷ്ടം, എനിക്ക് നെയിൽ റിമൂവറിൻ്റെ മണം ഇഷ്ടം. ഇതാണ് ഏറ്റവും ചെറിയ ലഹരി. ഈ ലഹരി തുടർച്ചയായി വന്നപ്പോഴാണ് അതിന് നമ്മൾ അഡിക്റ്റായി തീർന്നത്. ഒരു ചെറിയ കാര്യം പറയാം, വീട്ടിലും വേറെ ആരും അറിയണ്ട. അതൊന്ന് വൈകിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനിക്കുന്ന എത്ര പേരുണ്ട്? ഞാനുണ്ട്. കാപ്പി കുടിച്ചില്ലെങ്കിൽ തലവേദനിക്കുന്ന എത്ര പേരുണ്ട്? അതും ഒരു അഡിക്ഷനാണ്. മനസ്സിലായോ? അതിനകത്തുള്ള രാസവസ്തുക്കൾ, തേയിലായാലും കഫീനായാലും, നിങ്ങൾക്ക് അതൊക്കെ സയൻസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള സാധനങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ച് വരുമ്പോൾ അത് ഒരു ദിവസം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ദുരനുഭവങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം അഡിക്ഷൻ എന്ന് പറയുന്ന ഭാഗത്തിലോട്ട് പോയത്. നമ്മൾ ഇതിന് കുറച്ച് സയൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് +2 വരെയുള്ള ആൾക്കാരുണ്ട്. പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ 2, 3, 4 മണിക്കൂർ സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ചെറുതായിട്ട് പറഞ്ഞു തരാം.